പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് സമയമായി ഏകദേശം 40 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ്റെ ജീവിതത്തിലല്ല, ഈ ലോകത്ത് ഒരു പ്രവാചകത്വം ഉണ്ടാകാൻ പോകുകയാണ് എന്നത് ഒരു മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ഒന്നാണ്. ബനൂ ഇസ്രായേലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്രായേൽ സമൂഹത്തിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒന്നിന് പിറകെ ഒന്നായി. ഒരു പ്രവാചകൻ മരിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത പ്രവാചകൻ, അവർക്ക് ഭരണകാര്യങ്ങൾ നിർവഹിക്കാനും രാജാവായ പ്രവാചകൻ, അതുപോലെ തന്നെ ഒരേ സമയം തന്നെ 2-3 പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്ന സമൂഹമായിരുന്നു ബനൂ ഇസ്രായേൽ സമൂഹം. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം മറ്റൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. ഏകദേശം 500-600 വർഷത്തോളം ഒരു പ്രവാചകനുമില്ലാതെ ഭൂമി കടന്നുപോയതായി കാണാൻ കഴിയും. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകത്വത്തിന് അങ്ങനെയൊരു മഹത്വമുണ്ട്. മറ്റൊരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സാധാരണ പ്രവാചകത്വമല്ലല്ലോ, ഇത് അന്ത്യപ്രവാചകത്വമാണ്. ഇത് അവസാനിക്കുകയാണ് ഇവിടെ. ഇനി ലോകം എത്ര കണ്ട് പുരോഗമിച്ചാലും, എത്രത്തോളം ലോകം മുന്നോട്ട് പോയാലും, അവയൊക്കെ ആ കാലത്തൊക്കെ ഏത് ദേശമുണ്ടായാലും, ഈ ലോകത്തെ സംവിധാനങ്ങൾ മാറിമറിഞ്ഞാലും, രാഷ്ട്രീയ സംവിധാനങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളും സാമൂഹികമായ അവസ്ഥകളും ഒക്കെ മാറിമറിഞ്ഞാലും, ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും ഒക്കെ നിലനിൽക്കാൻ കഴിയുന്ന, ആ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വളരെ പ്രായോഗികമായ ഒരു മതത്തെ, ഒരു ശരീഅത്തിനെ അവതരിപ്പിക്കുക, ആ ശരീഅത്തിനെ ലോകർക്ക് മുമ്പിൽ ജീവിതത്തിലൂടെ മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ദൗത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകത്വത്തിന് വളരെ മഹത്വം കൂടും. എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരുടെക്കാളും ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് അവസാനം വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വളരെ വ്യക്തമായി തന്നെ, ശുപാർശയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുമ്പോഴൊക്കെ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്ന് ഉണ്ടായ ഒരു സംഭവം, ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുൻപ് ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സുരക്ഷകൾ ഒരുക്കി എന്നതാണ്. അതിലൊന്നാണ്, അന്ന് ഉണ്ടായിരുന്ന ജിന്നുകൾക്ക് അവർ മലക്കുകളുടെയും മറ്റുമുള്ള അവയിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ ഒളിച്ചു നിന്ന് കേട്ട് മനസ്സിലാക്കുക എന്നൊരു സംവിധാനമുണ്ടായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തലാക്കി എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതോടുകൂടി ഇനി ഒരു ജിന്നിനോ ഒരു ശൈത്താനോ ആകാശലോകങ്ങളിൽ അവർ പതിയിരുന്ന് കേൾക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അത് സ്വഹീഹായി തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ജിന്നുകളുടെ അധ്യായം എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജിന്നുകളുടെ അവസ്ഥയെ അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജിന്നുകൾ പറയുന്നതാണ്, വഅന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹൂബ. മുമ്പ് നമുക്ക് ആകാശത്ത് കട്ട് കേൾക്കാനൊക്കെ കഴിയുമായിരുന്നു, പക്ഷെ ഇപ്പോൾ നമുക്കതിന് കഴിയുന്നില്ല. ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ, വളരെ ശക്തമായ കാവൽ കൊണ്ട് നിറഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ആകാശത്തെ കാണാൻ കഴിയുന്നത്. വശുഹൂബ, തീഗോളങ്ങൾ അല്ലെങ്കിൽ അഗ്നി കൊണ്ടുള്ള ചില പണ്ഡിതന്മാർ അതിനെ നക്ഷത്രങ്ങൾ എന്നൊക്കെ തഫ്സീർ ചെയ്തതായി കാണാൻ കഴിയും. അതുകൊണ്ട് എറിയുന്നതായി, തീപ്പന്തങ്ങൾ കൊണ്ട്, തീഗോളങ്ങൾ കൊണ്ട് നമ്മൾ ആട്ടിയോടിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നു. അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്ന് ജിന്നുകൾ പറഞ്ഞ സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. വഅന്നാ കുന്ന, അതിന് തൊട്ടടുത്ത ആയത്ത്, ഒരു 3 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് വിശദീകരിക്കുന്നത്. വഅന്നാ കുന്ന നഖഉദു മിൻഹാ മഖാഇദ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കുമായിരുന്നു. ഖാദ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഞങ്ങൾ ഇരിക്കുമായിരുന്നു ചില സ്ഥലങ്ങളിൽ. നഖഉദു മിൻഹാ മഖാഇദ് ലിസ്സംഅ, ചില കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, ആകാശലോകത്തുള്ള കാര്യങ്ങൾ ഒളിച്ചു നിന്ന് കേൾക്കാൻ വേണ്ടി. ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബർ റസദ, പക്ഷേ ഇപ്പോൾ കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ അതിനുള്ള തീഗോളങ്ങൾ നമുക്ക് നേരെ വരികയാണ്, വളരെ ശക്തമായ കാവൽ ഉണ്ടായിരിക്കുകയാണ്. വഅന്നാ ലാ നദ്രി, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഷർറ് വരാൻ പോവുകയാണോ? അം അറാദ ബിഹിം റബ്ബുഹും റഷദ, അതല്ല
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും നല്ല കാര്യമാണോ അവിടെ സംഭവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് നമുക്കറിയില്ല. എന്തെങ്കിലും ഒരു തിന്മയുണ്ടാകുമോ ഭൂമിയിൽ, അതല്ല റബ്ബ് എന്തെങ്കിലും നന്മ ഉണ്ടാക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും നമുക്കറിയില്ല എന്ന് ജിന്നുകൾ പറയുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹദീസിൽ പിശാചുക്കൾ അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് വഹ്യ് ലഭിച്ചു തുടങ്ങിയതിന് ശേഷം എന്താണ് നമുക്കിപ്പോൾ പണ്ടത്തതുപോലെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണെന്ന് അവർ ആശ്ചര്യപ്പെടുകയും അങ്ങനെ ഇബ്ലീസിൻ്റെ അടുത്ത് നിന്ന് പരാതി പറയുകയും ഇബ്ലീസ് ഭൂമിയെ മുഴുവൻ അന്വേഷിക്കാനായി പിശാചുക്കളെ അയക്കുകയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉക്കാദ് ചന്തയുടെ അടുത്ത് നിന്ന് സ്വഹാബികളോടൊപ്പം നിസ്കരിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തത് അവർ കാണുകയും പിന്നീട് അവർ മടങ്ങിച്ചെന്ന് ഇതാണ് സംഭവമെന്ന് അറിയിക്കുകയും അപ്പോൾ ഇബ്ലീസ് അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ള സുരക്ഷാ കാരണങ്ങളാൽ നമ്മൾ ആട്ടിയോടിക്കപ്പെടാനുള്ള കാരണം എന്ന് വിശദീകരിക്കുകയും ചെയ്തതായി ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നതായി കാണാൻ കഴിയും. ആ ജിന്നുകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ കേട്ട ജിന്നുകൾ എന്ന് സൂറത്തുൽ ജിന്നിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ചില ജിന്നുകളിൽ നിന്നൊരു കൂട്ടം ആളുകൾ പ്രവാചകൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടിരിക്കുന്നു. അവർ പറഞ്ഞത് ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, വല്ലാത്തൊരു അത്ഭുതകരമായ ഒരു സംഗതി തന്നെയാണ് ഞങ്ങൾ കേട്ടത് എന്നാണ് അവർ പറഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം, ജിന്നുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു മനുഷ്യന് അത്ഭുതകരമായ കാര്യങ്ങളായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിവർഗമാണ് ജിന്നുകൾ. അവർക്ക് പോലും അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു വിശുദ്ധ ഖുർആൻ. പക്ഷേ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഒരായത്തോ ഒരു സൂറത്ത് പോലുമോ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആയത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.